പറ്റി പറഞ്ഞു മെസ്സേജ്. പ്രിയപ്പെട്ട മണിസാറും ലീല ടീച്ചറും ആസ്വദിന് ഒരു വലിയ മെസ്സേജാണ് രണ്ടുപേരും റിട്ടയർഡ് ക്യാൻസർ. അവർക്ക് പെൻഷൻ ഉണ്ട്, മക്കളൊക്കെ നല്ല സ്ഥിതിയിലാണ്. പക്ഷെ എങ്കിൽ പോലും പണമുള്ള എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട്, പണമുള്ള ആളുകൾ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്. അപ്പൊ മറ്റുള്ളവരെ സഹായിക്കാനും അവരോട് അനുകമ്പയോടുകൂടി പെരുമാറാനുമുള്ള ഒരു വലിയ മെസ്സേജാണ് വാസ്തവത്തിൽ PKB ലൈബ്രറി എന്നും നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നടക്കുമ്പോൾ ആഘോഷങ്ങൾ അതിന്റെ ആഘോഷമായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ആഘോഷമായിട്ട് മാത്രമാകുമ്പോൾ PKB ലൈബ്രറിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയും എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് ഏത് ആഘോഷത്തിനൊപ്പവും ഇവിടുത്തെ പാവപ്പെട്ട ആളുകളോട് കരുതൽ. എല്ലാ ആഘോഷങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കുന്നതാണ് സ്നേഹസ്വാതന്ത്ര്യം. ഞാൻ പല യോഗങ്ങളിലും പറയാനുള്ള കാര്യമാണ്, ഇവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനേക കോടി രൂപ മുടക്കി വീട് വെക്കുന്നുണ്ട്, അനേക കോടി രൂപ മുടക്കി മക്കളെ വിവാഹം കഴിച്ചിരിക്കുന്നത്, അതൊക്കെ നടക്കുന്നതിന് തെറ്റല്ല. അനേക കോടി രൂപ മുടക്കി നമ്മൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ഒരു ദരിദ്രനെയും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ കോടികൾ കൊടുത്ത വിവാഹം കഴിച്ചേക്കാൻ ധനസ്ഥിതിയുള്ളവർ ചെയ്യട്ടെ, പക്ഷെ ഒരു ഗ്രാം സ്വർണം പോലും ഇല്ലാത്തതിന്റെ പേരിൽ മക്കളെ വിവാഹത്തിൽ കഴിക്കാൻ പറ്റാത്ത പരിസ്ഥിതി ഉള്ളവരും നമ്മളാണ്. അപ്പൊ നമ്മുടെ സന്തോഷങ്ങൾ അത് കൂടുതൽ ഫലപ്രദമാവുകയും ദൈവത്തിന്റെ മുൻപിൽ അതിന് ഒരു ആത്മീയത അല്ലെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ അതിന് നീതിബോധത്തോടുകൂടെ നമ്മൾ ആയിരിക്കുകയും ചെയ്യണമെങ്കിൽ മനുഷ്യർ എന്നുള്ള നിലയ്ക്കുള്ള നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് മറ്റുള്ളവരോട് സഹാനുഭൂതിയോട് പെരുമാറുക എന്നുള്ളത്. അതിന്റെ ഉത്തമ മാതൃകയായിട്ടാണ് നമ്മുടെ സ്നേഹസാന്ത്വനം എന്ന പേരിൽ PKB ലൈബ്രറി സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. ഞാൻ വാസ്തവത്തിൽ പലപ്പോഴും ഓർക്കും, ഇത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണ്. വല്ലപ്പോഴൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യും. സ്പോൺസർ ചെയ്യാത്തപ്പോഴെല്ലാം ഈ പണം നൽകുന്നത് മണിസാറും ടീച്ചറുമാണ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് വാസ്തവത്തിൽ എത്രമാത്രം വലുതാണ്. അത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ദുഃഖം അനുഭവിക്കുന്നവരുടെ എണ്ണം എത്രയോ അധികമായിട്ട് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അപ്പൊ ആ നിലയ്ക്ക് ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാനും അതോടൊപ്പം തന്നെ സ്വാഭാവികമായും ഇവിടുത്തെ നടക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ സാക്ഷിയാവാനും സാധിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിൽ 2010-15 പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായപ്പോഴും 2020-25 വീണ്ടും ഇവിടെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയതെല്ലാം നമ്മുടെ മനസ്സിൽ എന്നും സ്ഥാനമുള്ള